ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹീറോയുടെ CD ഡോൺ എന്ന വണ്ടി എൻജിൻ വർക്കായിട്ട് വന്നിരുന്നതാണ്. നമ്മൾ എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ടർ സർവീസ്, അത്യാവശ്യം ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി റെഡി ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അസംബ്ലി നമുക്ക് ലേറ്റസ്റ്റ് മോഡൽ ഫൈബർ ടൈപ്പാണ് വെച്ചേക്കണേ. കുറച്ചും കൂടി വെട്ടത്തിൻ്റെ ഇത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ വെച്ചാണ് കേട്ടോ. ഇത് കമ്പനി ഐറ്റം ഓൾറെഡി അവൈലബിൾ അല്ല. ഈ മോഡൽ വണ്ടിയുടെയൊക്കെ നിർത്തി പോയേക്കണാണ്. അപ്പോൾ യൂനോ മിൻഡ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ് കിട്ടിയാണ് കേട്ടോ. അതാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എൻജിൻ പാർക്കിൻ്റെ കേസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യണൊക്കെ ഒരു ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് തരണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തത് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ മാറ്റി സിലിണ്ടർ, പിസ്റ്റൺ, അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, ടൈമിംഗ് ചെയ്ത് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, അതേപോലെ പിസ്റ്റൺ, ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റ് ഐറ്റംസും കൂടി നമുക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നത് അതിൻ്റെ ടൈമിംഗ് ചെയിൻ, ക്യാം ചെയിനാണ്. ഇത് ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ്ങുകൾ മാറ്റിയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, ഓയിൽ പമ്പ് തുടങ്ങി ഇതൊക്കെ മാറ്റിയേക്കുന്ന പാർട്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ എൻജിൻ വർക്ക് ചെയ്തത് 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്തേക്കണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വരുന്നത് ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട്. ഇപ്പോൾ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് കിലോമീറ്റർ ആവും. ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ പോലും 1000 കിലോമീറ്റർ ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു മാസം ആദ്യം കണക്ക് കൂടണം കേട്ടോ. അതിനിടയിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറേണ്ടി വരും. അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, സ്ക്രീൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, ടാപ്പറ്റ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വേരിയേഷൻ നമുക്ക് വരും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് 3 സർവീസുകളാണ്. അത് ഓരോ സർവീസിൻ്റെ പീരീഡ് നമ്മൾ കൃത്യമായിട്ട് ഇവിടുന്ന് മെൻഷൻ ചെയ്ത് തരാം. ബില്ലിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്ത് തരാം. അപ്പോൾ അതൊക്കെ കൃത്യമാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ഇയർ വാറണ്ടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ പറയുന്ന ഈ ആഫ്റ്റർ സർവീസുകൾ കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ പാർട്സുകളൊക്കെ മാറ്റി ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ 1 ഇയർ വാറണ്ടി പറയണതിൻ്റെ കേസ്. അപ്പോൾ നമ്മൾ ബാക്കിയത്തെ സർവീസും അങ്ങടേക്കുള്ള സർവീസുകളൊന്നും കൃത്യമാണെങ്കിൽ മാത്രമാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ അത്യാവശ്യം അതിൻ്റെ ബോഡി പാർട്സുകളൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് അതൊക്കെയാണ് ചെയ്തേക്കണ വർക്ക്. എൻജിൻ വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ മുമ്പ് വീഡിയോസിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെയ്തേക്കണ രീതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ആഫ്റ്റർ സർവീസിൻ്റെ കേസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതനുസരിച്ച് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനും. എന്നാലാണ് നമുക്ക് വാറണ്ടി ഓൾറെഡി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ വാറണ്ടി ചെയ്യാനായിട്ട് സാധിക്കും.